മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തെസലോനിക്ക ലേഖനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരന്മാർക്കും ക്രിസ്തുവേശുവിൽ പ്രഭാത വന്ദനം, സ്നേഹവന്ദനം. 1 തെസലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ആത്മാവിനെ കെടുക്കരുത്. തെസലോനിക്ക വിശ്വാസികളോട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കണമെങ്കിൽ ദൈവാത്മാവിനെ കെടുത്താതിരിക്കണം. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം പരിജ്ഞാനം കൊണ്ടോ സ്വന്തം ബലം കൊണ്ടോ നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം കഴിപ്പാൻ സാധിക്കത്തില്ല. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സജീവമായ പ്രവർത്തനം നമ്മളുണ്ടാകണം. നമുക്കറിയാം, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ആദ്യ ദാനമായിട്ട് നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ്. കാരണം പരിശുദ്ധാത്മാവിനാലാണ് നാം ജീവിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനാലാണ് നാം പ്രവർത്തിക്കേണ്ടത്. മാത്രമല്ല, പരിശുദ്ധാത്മാവാണ് നമ്മെ കർത്താവിന്റെ വരവിനായി ഒരുക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുന്ന വിശ്വാസി പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കെട്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന് നാം ഗലാത്യർ 5:16 വായിക്കുന്നുണ്ട്. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അഥവാ ദൈവവചനത്തിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുന്നില്ലെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജഡത്തെ അനുസരിച്ച് നടക്കും. ഒന്നുകിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കും, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കും. ജഡത്തെയും ആത്മാവിനെയും ഒരുമിച്ച് അനുസരിച്ച് നടക്കുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ഗലാത്യർ 5:19-21 വരെ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അത് ലിസ്റ്റ് തന്നിരിക്കുകയാണ്. എന്തിനാണ് വിശ്വാസികളെ പരിശോധിക്കണം? ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ളെങ്കിൽ ഞാൻ ആത്മാവിനെയല്ല ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. 5:22-23 വരുമ്പോൾ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. അതിന്റെ ലിസ്റ്റ് തന്നെ നമുക്കറിയാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ 9 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നമുക്കവിടെ വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം, അങ്ങനെ 9 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവാത്മാവിനെ കെടുക്കാതിരിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ സ്വഭാവമുള്ളവരായിട്ട് ഈ സ്വഭാവം നമ്മൾ ഉണ്ടാകണം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ തന്നിരിക്കുന്നത് നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുക, ക്രിസ്തു സ്വരൂപത്തോട് രൂപാന്തരപ്പെടുത്തുക, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി തീർക്കുക. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമാകുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാത്രമല്ല, എഫേസ്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിന്റെ
18 മുതൽ നമുക്ക് വളരെ സുപരിതമായ വാക്യമാണല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക അഥവാ ആത്മനിയന്ത്രണത്തിൽ ആത്മനിറവിൽ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് അവിടെ പറയുമ്പോൾ അവിടെ നമ്മുടെ ആരാധനയിലും അന്യോന്യമുള്ള ബന്ധത്തിലും അത് വെളിപ്പെടും. ആത്മാവ് നിറഞ്ഞവരായിട്ട് തീരുമ്പോൾ അഥവാ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുന്നവരായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ പറയുന്നു. സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും തമ്മിൽ സംസാരിക്കും. നമ്മുടെ സംസാരം ആത്മീയ കാര്യങ്ങളായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ മറ്റുള്ളവരെ കുറിച്ച് ദോഷമായ കാര്യങ്ങൾ സംസാരിക്കുകയല്ല. ആത്മനിയന്ത്രണത്തിൽ വരുമ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളായിരിക്കും ജഡത്തിലായിരിക്കുമ്പോഴാണ്, ജഡമാണ് നമ്മളെ നിയന്ത്രിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് രസിക്കാനും മറ്റുള്ളവരെ എങ്ങനെയും വിശ്വാസത്തിന് അകറ്റുവാനും ഒക്കെ ഉള്ളതായ കാര്യങ്ങളായിരിക്കും നാം ചെയ്യുന്നത്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ആത്മാവിനെ നിയന്ത്രിക്കും, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആത്മീയമായിട്ട് അവരെ ആത്മീയ വർധനവ് നടത്തുവാനുള്ള കാര്യങ്ങളായിരിക്കും നാം ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് പാടുവാൻ കഴിയും. കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപിതാവുമായവന് എല്ലാറ്റിനും എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മുമ്പേ കണ്ടതാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലുണ്ടാകുന്നതാണ്. മാത്രമല്ല ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാനായിട്ട് സാധിക്കും. ഒരാൾ പറയുന്ന കാര്യം കീഴ്പ്പെടുവാനായിട്ട് കഴിയുന്നു. ജഡമാണെങ്കിൽ ഒരിക്കലും കീഴ്പ്പെടത്തില്ല. താഴോട്ട് പറയുന്നുണ്ട്, ഭാര്യമാരെയും ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിപ്പിൻ. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ, ഒരു ഭാര്യ കർത്താവിന് കീഴടങ്ങുമ്പോൾ അവൾക്ക് ഭർത്താവിന് കീഴടങ്ങുവാൻ യാതൊരു മടിയുണ്ടാകത്തില്ല. എന്നാൽ ജഡത്തിന് കീഴടങ്ങുവാൻ ഒരിക്കലും താല്പര്യമില്ല. മറ്റുള്ളവരെ കീഴടക്കാനുള്ള ശ്രമമാണ് ജനം നയിക്കുന്നത്. മാത്രമല്ല ആത്മാവിനെ അനുസരിക്കാതെ വരുമ്പോൾ ആത്മാവ് ദുഃഖിക്കും. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നാം ആത്മാവിനാൽ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് ആത്മാവ് ദുഃഖിക്കുന്നത്? അവിടെ നാം കാണുന്നുണ്ട്, കൂട്ടുകാരനോട് സത്യം സംസാരിക്കാതെ പോഷ്ക് പറയുമ്പോൾ ആത്മാവ് ദുഃഖിക്കുകയാണ്. കോപിച്ചിട്ട് കൂട്ടുകാരനോട് കയർക്കുമ്പോൾ, കൂട്ടുകാരനോട് ദോഷം പറയുമ്പോൾ, കൂട്ടുകാരനോട് കോപത്തിന്റെ ഫലമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, കോപം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. നമ്മുടെ കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിച്ച് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുമ്പോൾ ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്ക് നല്ല വാക്കല്ലാതെ ആകാത്തത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ആകാത്ത വാക്കുകൾ നാം സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. മാത്രമല്ല കയ്പ്, കോപം, ക്രോധം, കുറ്റാരോപണം, ദൂഷണം ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ദുഃഖിക്കുകയാണ്. മാത്രമല്ല നമ്മൾ ദൈവ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ, ഹൃദയത്തിൽ ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. ഇങ്ങനെ ദൈവാത്മാവ് ദുഃഖിച്ച് നിരന്തരമായിട്ട് ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവ് കെട്ടുപോകുന്ന അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ദൈവാത്മാവിനെ കെടുക്കരുത്, ദൈവാത്മാവ് നഷ്ടപ്പെടുന്നില്ല. പാപത്തിൽ തുടരുമ്പോൾ ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ അധാർമിക പ്രവൃത്തികൾക്ക് ദുർനടപ്പിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവാത്മാവിന്റെ മന്ദിരത്തെ ദുഷിപ്പിക്കുമ്പോൾ ദൈവാത്മാവ് പ്രവർത്തനരഹിതമാകുന്നു. ദൈവാത്മാവ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇല്ലാത്ത രീതിയിലുള്ള ജീവിതമായിരിക്കും. അഥവാ ജഡത്തെയും ലോകത്തെയും പിശാചിനെ അനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും. ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദിന് ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വലിയ ഭാരം ഉണ്ടായി. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സംഘത്തിൽ പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ ആത്മാവിനെ എൻ്റെ എടുത്തു കളയരുതേ. പാപം ചെയ്തപ്പോൾ ആ ദൈവാത്മാവിന്റെ സന്തോഷവും ദൈവാത്മാവിന്റെ പ്രവർത്തനവും തന്നിൽ നഷ്ടമായി. അപ്പൊ എടുത്തു കളയുമോ എന്നുള്ളതായ ഭയം ദാവീദിന് അടുത്തുകയാണ്. കാരണം ശൗലിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ദൈവാത്മാവ് എടുത്തക്കപ്പെട്ടു, ദുരാത്മാവ് അവനെ ബാധിച്ചു, അവൻ മൃഗത്തെ പോലെ പെരുമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നാം ഈ ലോകക്കാരെ പോലെ ഈ ശ്രേഷ്ഠ മനുഷ്യരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് ദൈവാത്മാവിന്റെ ദുഃഖിപ്പിക്കാതെ ദൈവാത്മാവിനെ അനുസരിപ്പാനും ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുവാനും ക്രിസ്തുവിനെ ദൈവാത്മാ നിയന്ത്രണത്തിലുള്ള ആരാധനയും പരസ്പരമുള്ള ബന്ധങ്ങളും ഉണ്ടായാൽ
ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവൻ നയിക്കും. ദൈവാത്മാവിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.